നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മോക്ക് ടെസ്റ്റ് സീരീസ് ആണ് കേട്ടോ ചെയ്യുന്നത്. ഇതിനു മുമ്പ് നമ്മൾ LPSCക്ക് വേണ്ടി ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ടോട്ടൽ 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. അതിനു മുമ്പ് ഒരു പേനയും പേപ്പറും എടുത്ത് വെച്ചിട്ട് ഇത് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന ഒരു എക്സാം എഴുതുന്ന അതേ ഫീൽ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒരു പേനയും പേപ്പറും എടുത്ത് വെച്ചതിന് ശേഷം ഈ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ എത്ര മാർക്ക് കമൻറ്റിൽ അറിയിക്കണം എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടി എന്നുള്ളത് കാര്യം. പിന്നെ നമുക്ക് ഈ ഒരു LPUSA പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും എല്ലാ സബ്ജക്റ്റിൻ്റെയും സോഷ്യൽ സയൻസ് മാത്സ് സബ്ജക്റ്റിൻ്റെ അല്ലാതെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എല്ലാത്തിൻ്റെയും ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ 40 മോഡൽ എക്സാം സെറ്റും അവൈലബിൾ ആണ്. OMR ഷീറ്റ് പ്രാക്ടീസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു എക്സാം സെറ്റ് പങ്കെടുക്കണമെന്ന് ക്വസ്റ്റ്യൻ ബാങ്ക് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. വാട്സപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതി, നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് മോക്ക് ടെസ്റ്റ് സീരീസിന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നേക്കുന്നത് നോക്കാം. ഈ ഒരു മോക്ക് ടെസ്റ്റിൽ എടുത്തിരിക്കുന്ന ചോദ്യങ്ങളെല്ലാം 2020 വന്നിട്ടുള്ള LP സ്കൂൾ അസിസ്റ്റൻറ്റ് പരീക്ഷ എന്നാണ്. അതായത് കാറ്റഗറി നമ്പർ 051/2020 നടന്നിട്ടുള്ള LP സ്കൂൾ അസിസ്റ്റൻറ്റിൽ നിന്നാണ് ഈ ചോദ്യങ്ങളെല്ലാം എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മറക്കേണ്ട ഒരു പേനയും പേപ്പറും എടുത്ത് വെച്ചിട്ട് എഴുതുവാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ഒരു എക്സാം എഴുതുന്ന അതേ ഫീൽഡിൽ അത് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം. 2020 ലോറൻസ് വേൾഡ് സ്പോർട്സ് അവാർഡ് ലഭിച്ച ഇന്ത്യൻ കായിക താരമാര്. 2020 ലോറൻസ് വേൾഡ് സ്പോർട്സ് അവാർഡ് ലഭിച്ച ഇന്ത്യൻ കായിക താരമാരെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആറാമത്തെ ക്വസ്റ്റിൻ്റെ റൈറ്റ് ആൻസർ ഏതാണ്? ആറാമത്തെ ക്വസ്റ്റിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. സച്ചിൻ ടെണ്ടുൽക്കർ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ആന്ധ്രാപ്രദേശിൻ്റെ നിയമനിർമ്മാണ തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം. ആന്ധ്രാപ്രദേശിൻ്റെ നിയമനിർമ്മാണ തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് അമരാവതി. ഏതാണ്? അമരാവതിയാണ്. COVID-19 എന്ന വൈറസ് രോഗം ആരംഭിച്ച് വുഹാൻ നഗരം ഏത് ചൈനീസ് പ്രവിശ്യയുടെ തലസ്ഥാനമാണ്? COVID-19 എന്ന വൈറസ് രോഗം ആരംഭിച്ച വുഹാൻ നഗരം ഏത് ചൈനീസ് പ്രവിശ്യയുടെ തലസ്ഥാനമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങൾ, അതായത് COVID-19 ബന്ധപ്പെട്ട് 2020 ലോറൻസ് വേൾഡ് സ്പോർട്സ് അവാർഡ് ലഭിച്ച ആർക്ക്, രണ്ട് ചോദ്യങ്ങളും എന്താണ്? കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ കറണ്ട് അഫേഴ്സിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ കറണ്ട് അഫേഴ്സിൻ്റെ 1-2 ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് കണ്ടു നോക്കണം. അതെന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള മേഖലയിൽ നിന്നാണ് ഞാൻ ആ കറണ്ട് അഫേഴ്സ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു പരീക്ഷ ഏകദേശം കുറച്ചൊന്ന് എഴുതി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പരീക്ഷ എളുപ്പമായിരുന്നോ അല്ലയോ നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അടുത്തത്, രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ തീവണ്ടി സർവീസായിട്ടുള്ള തേജസ് എവിടെ മുതൽ എവിടെ വരെയാണ്? രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ തീവണ്ടി സർവീസായിട്ടുള്ള തേജസ് എവിടെ മുതൽ എവിടെ വരെയാണ് സർവീസ് നടത്തിയിട്ടുള്ളതെന്നാണ് ചോദ്യം. ഒന്നാം ചോദ്യം റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. ലക്നൗ മുതൽ ഡൽഹി വരെയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ 2019 സാമ്പത്തിക ശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്ക്? ഇന്നവയിൽ 2019 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കാത്തത് ആരെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏത്? താഴെ പറയുന്നവയിൽ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 18 റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ദേശീയ ജലപാത 3 ആണ്. കേരള ബാങ്ക് നിലവിൽ വന്ന വർഷം. എന്നാണ് കേരള ബാങ്ക് നിലവിൽ വന്നത്? 2019 നവംബർ 29 കേരള ബാങ്ക് നിലവിൽ വന്നത്. 2020 UN ഏത് വർഷമായി ബന്ധപ്പെട്ടാണ് ആചരിക്കുന്നത്? 2020 UN ഏത് വർഷം ബന്ധപ്പെട്ടാണ് ആചരിക്കുന്നത്? 20ാം ചോദ്യത്തിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി അന്താരാഷ്ട്ര സസ്യ സംരക്ഷണ വർഷമാണ്. അപ്പോൾ ഓരോ വർഷം ഏതുമായി ബന്ധപ്പെട്ടാണ് UN ആചരിക്കുന്നത് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. LPSCക്ക് വേണ്ടി തന്നെയാണ് ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളത് കണ്ടു നോക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടാത്ത രാജ്യം ഏത്? ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടാത്ത രാജ്യം. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ ഏറ്റവും നല്ല താപജാലകം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? സിൽവർ ആണല്ലേ. ഓപ്ഷൻ ഡി സിൽവർ ആണ്. AC-യെ DC ആക്കി മാറ്റുന്നതിനുള്ള ഉപകരണം ഏതാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. 48 റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ഇരുമ്പാണ് കേട്ടോ. അപ്പോൾ മറക്കണ്ട, നമുക്ക് LPSCക്ക് എഴുതുന്നതിന് ഉള്ളവർക്ക് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും എക്സാമും ഒക്കെ ലഭ്യമാണ്. അപ്പോൾ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റോ എക്സാമോ വേണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഇനി ഒരു സംഖ്യയുടെ 30% 70% തമ്മിലുള്ള വ്യത്യാസം 1350 ആണെങ്കിൽ സംഖ്യ ഏത്? ഒരു സംഖ്യയുടെ 30% 75% തമ്മിലുള്ള വ്യത്യാസം 1350 ആണെങ്കിൽ സംഖ്യ ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. 71 റൈറ്റ് ആൻസർ ഏതാണ്? 71 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. 3000 ആണ്. ഏതാണ്? 3000 ആണ്. 2, 6, 12, 20, 30
ഡാഷ് ഈ ശ്രേണിയുടെ അടുത്ത പദം ഏത്? 2, 6, 12, 20, 30. ഈ ശ്രേണിയിലെ അടുത്ത പദം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 72 റൈറ്റ് ആൻസർ ആണ് വരുന്നത്. ഓപ്ഷൻ ബി ആണ് കേട്ടോ. 42 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, പിയാഷയുടെ വൈജ്ഞാനിക വികസന ഘട്ട സിദ്ധാന്തം അനുസരിച്ച് സ്വചേതന ചിന്ത, കേന്ദ്രീകരണം എന്നിവ ഏത് വൈജ്ഞാനിക വികസന ഘട്ടത്തിൻ്റെ സവിശേഷതകളാണ്? 87 റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. പ്രാക് മനോവ്യാപാര ഘട്ടമാണ്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഉദ്ഗ്രഥ സമീപനത്തിൻ്റെ മനഃശാസ്ത്ര അടിത്തറയായി പരിഗണിക്കാവുന്ന ചിന്താധാര ഏതാണ്? 88 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. സമഗ്രതാവാദമാണ്. അടുത്ത ചോദ്യം, ഇഡിപ്സ് കോംപ്ലക്സ്, ഇലക്ട്രോ കോംപ്ലക്സ് ഏത് ലൈംഗിക വികാസ ഘട്ടത്തിലാണ് പ്രകടിപ്പിക്കുന്നത്? ഏതാണ്? 89 റൈറ്റ് ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഫാലിക് സ്റ്റേജ് ആണ്. ഇനി സർഗാത്മകതയുടെ അടിസ്ഥാനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചിന്താ പ്രക്രിയ ഏതാണ്? 90 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. വിചിന്ത്ര ചിന്തനമാണ് റൈറ്റ് ആൻസർ. ഡൈവേർജന്റ് തിങ്കിങ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ആദ്യ ബാല്യ ഡെവലപ്മെൻറ്റ് ടാസ്കുകളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? 99 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. സാമൂഹ്യ അംഗീകാരമുള്ള പെരുമാറ്റ രീതികൾ പ്രദർശിപ്പിക്കുക. ഇനി ക്രിയാഗവേഷണത്തിൻ്റെ ഉപജ്ഞാതാവ് ആരെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 100 റൈറ്റ് ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. സ്റ്റീഫൻ എം കോറിയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് 20 കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും എക്സാമൊക്കെ അവൈലബിൾ ആണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. താങ്ക് യു സോ മച്ച്.